നമ്മൾ കോട്ടയത്തു നിന്നൊരു വാർത്ത കണ്ട് ഞെട്ടി. അത് കേരള കോൺഗ്രസിലെ ഒരു രാജിയായിരുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിളർപ്പും രാജിയും മുന്നണി മാറ്റവും ഒന്നും അത്ര പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലും അതിന് പ്രാധാന്യമേറെയാണ്. സജി മഞ്ഞക്കടമ്പലിന്റെ രാജിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. ജോസഫ് വിഭാഗത്തെയും UDF-നെയും കോട്ടയത്തെ ഞെട്ടിച്ച ആ രാജിയെക്കുറിച്ചും കൂടി ഞങ്ങൾ പറയാം. ഇപ്പോൾ ഒരു പാവയായി ഒരു മണ്ടനായ ജില്ലാ പ്രസിഡന്റായി തുടരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അവരെ ഉപദ്രവിക്കാനില്ല. കേരള കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. സജിയുടെ ദുഃഖം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതാം. അത്രമാത്രമുണ്ട് ഈ നേതാവിൻ്റെ കഥകൾ. വ്യത്യസ്തമായ സമരങ്ങളിലൂടെയാണ് മാധ്യമ ശ്രദ്ധ സജിയിലേക്ക് എത്തുന്നത്. അതിൽ തെരുവുനായ വിഷയം മുതൽ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ വരെയുണ്ട്. ചാനൽ ചർച്ചകളിൽ കേരള കോൺഗ്രസിൻ്റെ ചാവേർ. പക്ഷേ പാർട്ടിയിൽ എന്നും അവഗണന മാത്രമാണ് ഉണ്ടായതെന്നാണ് സജി പറയുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ, കലാകാലങ്ങളിൽ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് കൺവീനർ, ചെയർമാനായിരിക്കുന്നത് DCC പ്രസിഡന്റുമാണ്. അതിന് ഘടകവിരുദ്ധമായി ഇത്തവണ കൺവീനർ സ്ഥാനം, ജനറൽ കൺവീനർ സ്ഥാനം മോൻസ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു. ചെയർമാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻജി അദ്ദേഹത്തോട് പണക്കില്ല, അദ്ദേഹം ഏറ്റെടുക്കില്ലെന്നുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് എന്നെ വെട്ടാൻ വേണ്ടി അദ്ദേഹം തന്ത്രപൂർവ്വം നീക്കി. ഇന്നലെ പറഞ്ഞല്ലോ, നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നാലാമത് എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പകരം വേറെ ചില പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്ത്. മാണിസാറിനെ കണ്ട് രാഷ്ട്രീയത്തിലിറങ്ങിയ യുവാക്കളിൽ ഒരാളായിരുന്നു സജീവ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എത്തി യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റായി, പിന്നെ കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നാൽ അതിനു മുകളിലേക്ക് സജിക്ക് പോകാനായില്ല. സജിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ നേതാക്കൾ അതിന് സമ്മതിച്ചില്ല. പൂഞ്ഞാർ സീറ്റായിരുന്നു ആദ്യ വാഗ്ദാനം. മാണിസാർ പക്ഷേ പറഞ്ഞു പറ്റിച്ചു. 2016 ഏറ്റുമാനൂരും പ്രതീക്ഷ നൽകി. എന്നാൽ അതും വെറുതെയായി. ഇതോടെ പരസ്യമായി പ്രതികരിച്ച സജി ജോസ് കെ മാണിയുടെയും ശത്രുവായി. പാർട്ടി പിളർന്നപ്പോൾ ജോസഫിനൊപ്പം നിന്നു. എന്നാൽ ജോസഫും സീറ്റ് നൽകാതെ പറ്റിച്ചു. ജില്ലാ പ്രസിഡന്റ് സ്ഥാനമുണ്ടായിരുന്നു. UDF-ന്റെ ചെയർമാനുമാണ്. പക്ഷേ മോൻസ് ജോസഫ് എന്ന കരുത്തനായ നേതാവിന് അത്ര താല്പര്യമില്ലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ സജി എല്ലാം അവസാനിപ്പിച്ചു. അത് UDF മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയുമായിട്ടുള്ള ബന്ധം. മോൻസ് ജോസഫ് ഇല്ലാത്ത ഒരു പാർട്ടിയോ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കാണില്ല. 5-6 തവണ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഫോണിക്കൂടെ ഞാൻ അതൊക്കെ കേട്ട് ശ്രമിച്ചു. പല തവണയും ഈ സംഭവം ഉണ്ടായി. ഇത് ഞാൻ പാർട്ടി നേതാക്കളെ അറിയിച്ചതാണ്. കേരള കോൺഗ്രസിനൊപ്പം ഇല്ലെന്ന് പറയുമ്പോഴും രാഷ്ട്രീയ വനവാസത്തിനൊന്നും സജി മഞ്ഞക്കടമ്പൽ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനിയും സജിയുടെ പോരാട്ടങ്ങൾ കേരള കോൺഗ്രസുകാർ കാണേണ്ടി വരും. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. എന്നാലും വിജയകുമാർ, ഈ മഞ്ഞക്കടമ്പന്റെ ഈ ദുഃഖം എന്താണ് ഈ കേരള കോൺഗ്രസ് ജോസഫുകാർ ഡീൽ ചെയ്യാഞ്ഞത്? അതെ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ സമയത്ത്, ഒരു ഘട്ടത്തിൽ, നിർണായക ഘട്ടത്തിൽ അതിലെ ജില്ലാ പ്രസിഡന്റ്, ഇപ്പൊ കേരള കോൺഗ്രസിനെ അതെ, കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്, UDF-ന്റെ സജി എങ്ങോട്ട് പോകുമായിരിക്കും? മാത്രമല്ല അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ മോൻസ് ജോസഫ് ഇല്ലാത്തൊരു സ്ഥലം വേണം. മോൻസ് ജോസഫ് ഇല്ലാത്ത മുന്നണി LDF ഉണ്ട്, NDA ഉണ്ട്. അപ്പോൾ ഏതിലും പോവായിരിക്കും അല്ലേ? മഞ്ഞക്കടമ്പന്റെ ദുഃഖത്തിന് എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സജി മഞ്ഞക്കടമ്പൻ എന്തായാലും വല്ലാത്ത സമയത്തായി പോയിട്ടോ ഈ രാജി. നമ്മൾ തന്നെ തുടങ്ങിപ്പോയി, ഞെട്ടി അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.